പ്രാക്ടീസിലൂടെ ഈ കാർമേഘങ്ങളെ ഉരുക്കിക്കഴിഞ്ഞാൽ അത് മഴയായിട്ട് നമ്മളിലേക്ക് വരും. ആ മഴയായിട്ട് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അനുഭവങ്ങളാവും അല്ലേ? ആ അനുഭവങ്ങളെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ റിലീസ് ചെയ്ത് കളയണം. അതല്ലാതെ വീണ്ടും നമ്മൾ അതിലേക്ക് കൊണ്ടെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും സെയിം ആയിട്ടുള്ള അനുഭവങ്ങൾ വീണ്ടും വീണ്ടും വരും. മിക്ക ആളുകളും പറയാറുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു ഒരു കാലത്ത്, എന്തുകൊണ്ട് എന്നിലേക്ക് ഈ കാര്യങ്ങൾ ഈ സെയിം ആയിട്ടുള്ള അനുഭവങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് എന്നുള്ളത്. വീണ്ടും വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിലേക്ക് വരുന്ന ഓരോ അനുഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ എസൻസ് മാത്രം എടുക്കുക, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? വിട്ട് കളയാം. വീണ്ടും നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് വീണ്ടും കാർമേഘമായിട്ട് ഉരുണ്ടുകൂടി ഇങ്ങനെ നിൽക്കും, പ്രകാശിക്കുന്നത് കുറയും. ഈ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇതിനെ മുഴുവൻ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ പ്രകാശിച്ചു തുടങ്ങും. അങ്ങനെ ഏതൊരു സോളാണോ പ്രകാശിച്ചു തുടങ്ങുന്നത് അവന്റെ ആ പ്രകാശം, അപ്പൊ ഈ ഗുരു പരമ്പരകൾ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് ഈ പ്രകാശിക്കുന്ന സോളുകളെ അവർ ചെയ്യും, കണക്ട് ചെയ്യും, സെൽഫായിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നീട് അവരെന്ത് ചെയ്യും? അവരിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക? നിങ്ങളെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അവരനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾ അപ്പോൾ സമൂഹ ജീവിയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ആത്മീയ ജീവിയായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു ദിവസമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിയിലുള്ള പ്രാക്ടീസ്, ധ്യാനത്തിലിരിക്കുക. അതുപോലെ തന്നെ ഡിവൈൻ ക്വാളിറ്റികളൊന്നും ഞാൻ പറഞ്ഞിരുന്നു. 23-ാം തീയതി പ്രാധാന്യം അനുസരിച്ച് എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഗ്രൂപ്പിലിട്ടിരുന്നു. നമ്മുടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അന്നത്തെ ദിവസം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഡിവൈൻ തൊട്ട് നമ്മൾ ഡിവൈൻ ക്വാളിറ്റികൾ നമ്മൾ കൂട്ടി കൊണ്ടുവരാനായിട്ട് നമ്മളെന്ത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒക്കെ നമ്മൾ ഈ ധ്യാനിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അവര് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ അതിന് തയ്യാറായാൽ തന്നെ അവര് സഹായിക്കാനായിട്ട് അല്ലേ? നമ്മൾ പണ്ടൊക്കെ ഹിന്ദു പുരാണങ്ങളിലൊക്കെയാണ് ജന്മജന്മാന്തരങ്ങൾ യുഗയുഗാന്തരങ്ങളൊക്കെ ഒറ്റക്കാലിലൊക്കെ തപസ്സിരുന്ന് വരം മേടിക്കുന്നത് അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒറ്റക്കാലിലൊന്നും തപസ്സിരിക്കാണ്ട് ചെറിയ ഈ ഒരു ദിവസത്തിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നേടിയെടുക്കാനായിട്ട് നമ്മുടെ ആത്മീയ ജീവിതം മാത്രമല്ല കേട്ടോ, നമ്മുടെ ഭൗതിക ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മുടെ ഭൗതിക ജീവിതത്തിലും എന്ത് വേണം? നമുക്ക് സുഖകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവണം അല്ലേ? അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കാർമേഘത്തെ വീണ്ടും അതിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പിടിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ പിടിച്ചു വെക്കാൻ പാടില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളത് മാത്രമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ വിട്ട് കളയണം. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്കത് വിട്ട് കളയേണ്ട ഒരവസ്ഥയിലേക്ക് ഒന്ന് സ്വാഭാവികമായിട്ട് അത് വിട്ട് പോയിക്കോളും. നിങ്ങൾ ഇപ്പോഴേ തന്നെ വിട്ട് കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും കാർമേഘങ്ങളായിട്ട് ഈ സോളിന്റെ ചുറ്റും വീണ്ടും ഉരുണ്ടുകൊള്ളും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താണോ അതിലൂടെ തന്നെ എന്ത് ചെയ്യുക? പോയിക്കൊണ്ടേയിരിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ 24 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും നമ്മുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ കാർമേഘത്തെ ഒരുക്കി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അത്ര മാത്രം മതി. നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുമെന്ന് തിരിച്ചറിയുകയോ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുക്കുകയൊന്നും വേണ്ട. നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ജീവിത മുഹൂർത്തങ്ങളിലൂടെ നിങ്ങൾ പോവുക. 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മീയ പരിശീലനങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആത്മീയ പരിശീലനം കണ്ണടച്ച്, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ കണ്ണടച്ച്, ഒന്നും അറിയാത്തവര് കണ്ണടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ബുദ്ധനൊക്കെ 14-15 വർഷത്തോളം ശ്വാസത്തിൽ ശ്രദ്ധിച്ചാണ് ബോധോദയം. ബുദ്ധൻ എന്ന് പറഞ്ഞ ബോധോദയം സിദ്ധിച്ചവൻ എന്നാണ്. അല്ലാണ്ട് ഗൗതമ ബുദ്ധൻ മാത്രമല്ല ബുദ്ധന്റെ ഇതില് കുറേ ബുദ്ധന്മാരുണ്ട്. നമ്മൾ ഗൗതമ ബുദ്ധനെ മാത്രമാണ് ബുദ്ധൻ എന്നുള്ള സങ്കല്പത്തില് നമ്മൾ കാണുന്നത്. ഒരിക്കലും ഗൗതമ ബുദ്ധൻ മാത്രമല്ല ബുദ്ധൻ എന്ന് പറഞ്ഞ ബോധോദയം സിദ്ധിച്ചവന്, ബോധം എത്തിച്ചേർന്നവൻ എന്നുള്ളതാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബോധോദയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ്. പ്രത്യേകിച്ച് പക്ഷെ ഇപ്പോൾ നമുക്ക് ആ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ആ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എന്താണ്
എന്താണ് സംഭവിക്കുന്നത്? പല തരത്തിലുള്ള ചിന്തകളും നമ്മുടെ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ കണക്ട് ചെയ്ത് പിന്നെ അതിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ശ്വാസത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ പഠിക്കാനാണ് ഈ കുറേ ടൂളുകൾ പറഞ്ഞു